നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി പെട്ട് നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദേണ്ട ആ കമ്പനിയുടെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ദൈവമേ, താനാണെ അവിടെ ഇല്ല താനും. ഇനിയിപ്പൊ എന്താ ഒരു കള്ളത്തരം പറഞ്ഞേ? പെട്ടെന്ന് ആനന്ദ് ചോദിച്ചു, അല്ല എന്താ ദേവി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവി പറഞ്ഞു, അയ്യോ ആനന്ദേട്ടാ, ഞാൻ ഇറങ്ങിയെന്ന് പറയണേ. ഇറങ്ങിയോ? അതെ, ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞില്ലേ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന്. അല്ല ദേവി എന്നിട്ട് എന്നെ വിളിച്ചത് പോലുമില്ല. അത് പിന്നെ ആനന്ദേട്ടന് ഓഫീസിൽ ജോലിയാണല്ലോ എന്ന് കരുതിയ ഞാൻ വിളിക്കാതിരുന്നേ. എന്നിട്ട് നീ ഇപ്പൊ എവിടെയുണ്ട്? അതെ, ഞാനിപ്പോ ദേ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാം. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. അങ്ങനെ കോള് വെച്ചിട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് ബൈക്ക് എടുത്ത് പോവുകയാണ്. ദൈവമേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഒരിത്തിരി സമയം കൂടെ ലേറ്റ് ആയിരുന്ന പെട്ടുപോയനം. താൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞത് നന്നായി. അല്ലായിരുന്നെങ്കിൽ താൻ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടേനെ. താൻ വരുന്നതും കാത്ത് ആനന്ദേട്ടൻ അവിടെ ഇരിക്കും. അങ്ങനെ ആനന്ദ് ദേവിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ദേവി, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇറങ്ങിയത്? ഇറങ്ങിയപ്പോ എന്നോടൊന്ന് വിളിക്കാൻ മേലായിരുന്നോ? അത് പിന്നെ ആനന്ദേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ. നല്ല കഥയായി. എനിക്കിത് വല്ലതും ബുദ്ധിമുട്ടാണോ? ഞാൻ നിന്റെ ഭർത്താവല്ലേ. അപ്പൊ പിന്നെ നിന്നെ കൊണ്ടുവരുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടെന്ന് എനിക്ക് തോന്നില്ല. അല്ല, അത് എപ്പോഴും എപ്പോഴും ആയി കഴിയുമ്പോൾ ആനന്ദേട്ടൻ്റെ ഒരു ബുദ്ധിമുട്ടാ. പിന്നെ അച്ഛനൊക്കെ എന്തേലും പറഞ്ഞാലോ? പിന്നെ അച്ഛൻ എന്ത് പറയാനാ? ഞാൻ അന്യന്റെ ഭാര്യയൊന്നും അല്ല കൊണ്ടുപോകുന്നേ, എന്റെ സ്വന്തം ഭാര്യയല്ലേ. അല്ല, നിനക്ക് ചായ കാപ്പി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും ശ്രീദേവിക്ക് വീട്ടിലൊന്ന് എത്തിയാൽ മതിയെന്നുള്ളൂ. ഇത്ര സമയം അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നല്ലോ. വീട്ടിലെത്തിയാൽ മതി. ഈ കള്ളത്തരം പറഞ്ഞു പറഞ്ഞ് പാവം ആനന്ദേണ്ണെ താൻ ഇത്ര മാത്രം കൊണ്ടെത്തിച്ചു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതേസമയം മിത്ര ആര്യനെ വിളിക്കുകയാണ്. ആര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ, അതെ, പോലീസ് എക്സാമിന് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. എക്സാമിന്? അതെ, ആപ്ലിക്കേഷൻ വെക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എക്സാം സെന്റർ കിട്ടുന്ന കുറച്ച് ദൂരെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വന്നിട്ട് സംസാരിക്കാം. നീ ധൈര്യമായിട്ടിരുന്നോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പക്ഷേങ്കിൽ മിത്രയ്ക്ക് നല്ല പേടിയുണ്ട്. എങ്ങനെയായി തീരും? എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷെ എക്സാം എഴുതാൻ പോകാൻ പറ്റുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആരിന് ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. അതേസമയം രാമേട്ടൻ കടയിലേക്ക് ചെല്ലുവാണ്. രാമേട്ടൻ കടയിലേക്ക് ചെല്ലും, ബാലൻ കടയിലുണ്ട്. ബാലനോട് രാമേട്ടൻ കാര്യമായിട്ട് ആകാശിനെ കൂടി സംസാരിക്കുകയാണ്. ബാല, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാര്യത്തിന് എത്രയും പെടുന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അവന്റെ പോക്ക് ശരിയല്ല. ആകാശിന്റെ അവനെ പറഞ്ഞ് തിരുത്തോ വേണ്ടേ? ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അതെ, ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി രാമേട്ട. എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യമല്ല ഇത്. ഞാൻ അവനെ ഉപദേശിക്കാൻ പറ്റുന്ന പോലെ ഉപദേശിച്ചു നോക്കി. എടാ, അവനാ രവീന്ദ്രന്റെ പിടിയില. നിന്റെ മകനെ നിനക്ക് നഷ്ടപ്പെടാൻ പോന്നെ എനിക്കറിയാം രാമേട്ട. പക്ഷെ അവനവന് തിരിച്ചറിവുണ്ടാവണ്ടേ? ഞാനത് പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ലെന്ന് പറയണ. അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ അവനോട് പറഞ്ഞു, അവൻ അങ്ങനെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിത് പൂട്ടിക്കുന്നു. അപ്പോഴേക്ക് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു. ധർമ്മം പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ ആകാശ് പഴയതുപോലെ ഒന്നും അല്ല. അവൻ ഏതോ മായ ലോകത്തിൽ പെട്ട പോലെയാ. കടയിലെ കാര്യങ്ങളാണ് പോലും നേരം വണ്ണം നോക്കുന്നില്ല. പകുതി സമയത്ത് കടയിലും കാണത്തില്ല. തോന്നുന്ന സമയത്ത് പോവും, തോന്നുന്ന സമയത്ത് വരും. രാമേട്ടൻ പറഞ്ഞു, ഇപ്പോഴവൻ്റെ ആത്മവിശ്വാസം ഉണ്ട്. അവന് ആ രവീന്ദ്രനോടൊപ്പം ചേർന്ന് പുതിയ കട തുടങ്ങാന്ന്. അപ്പൊ പിന്നെ ഇവിടെ ഇനി വന്നില്ലേലും കുഴപ്പമില്ല എന്നൊരു ചിന്തയുണ്ട്. ബാലൻ പറഞ്ഞു, അറ്റ കൈക്ക് ഞാൻ എന്തേലും ചെയ്തു പോകും രാമേട്ട. കാരണം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഇത്രയും കാലം അവനൊരു കുഴപ്പമില്ലായിരുന്നു. ആ രവീന്ദ്രൻ എന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലം അത്. അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ അയാളുടെ പുറപ്പാട്. അങ്ങനെ പതുക്കെ പതുക്കെ ആകാശിനെ പിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാ. പക്ഷെ മീനാക്ഷി അതിന് സമ്മതിക്കില്ല എന്ന് തോന്നേ. അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നേ ഇപ്പൊ ഇങ്ങനെ പോന്നേ. അത് കേട്ടപ്പം രാമേട്ടൻ പറഞ്ഞു, നീ പേടിക്കണ്ട ബാല, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഒരിടത്തേക്ക് ആകാശം പോകാൻ പോകുന്നില്ല. പോയാൽ പോലും അതുപോലെ തന്നെ അവൻ തിരികെ വന്നോളും. അവനൊടുവിൽ മനസ്സിലാവും രവീന്ദ്രൻ ആരാ എന്താ ഏതാന്നൊക്കെ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് അവനൊരു പുച്ഛഭാവമായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ അവന്റെ അരിയിലേക്ക് വന്നിരിക്കുന്നേ. അതൊക്കെ ശരിയാ രാമേട്ട, പക്ഷെ നീ പേടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ബാലിന് നല്ല ടെൻഷനുണ്ട് ആകാശ് കൈവിട്ട് പോകുമെന്ന്. അങ്ങനെ വൈകുന്നേരം ഡെലിവറിയെ കൊടുത്ത് ആകാശ് ആര്യം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരണ സമയത്ത് നല്ല ടെൻഷനിലാണ് മിത്ര ഇരിക്കുന്നത്. അവൻ മുറിയിലേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്തിനാ മിത്ര ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വന്നെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അതെ, എക്സാമിന് അപ്ലൈ ചെയ്തു, പക്ഷേങ്കിൽ പേടിയുണ്ട്. ഇനി എക്സാം സെന്റർ എവിടെയാ വരണേന്ന് അറിയത്തില്ലോ. സെന്റർ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അത്ര
ലോങ് പോയി എക്സാം എഴുതേണ്ട വരത്തില്ലേ? ഓ അതാണോ കാര്യം? വരട്ടെ, വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. ഉം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അല്ല ആര്യ, നമ്മളിവിടെ എന്തു പറഞ്ഞു പോവും? ഉം. ആര്യം പിന്നെ ലോഡും കൊണ്ടൊക്കെ പോകുന്നോണ്ട് കുഴപ്പമില്ല, ദൂരെ ലോഡും കൊണ്ട് പോകുന്ന വെക്കാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങാൻ പറ്റുമോ? അതാണോ കാര്യം? അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കാം. ഇത്രയും വരെ ഇങ്ങനെ അങ്ങോട്ട് പോയില്ലേ, ഇനി ബാക്കി കാര്യത്തിലാണോ? ഓ ആ കാര്യം ഓർത്തിട്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത്രയും വരെ സേഫായിട്ട് കാര്യങ്ങൾ പോയില്ലേ, അച്ഛനെ മുന്നിൽ നമ്മൾ പിടിച്ചു നിന്നില്ലേ, ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് മിത്രയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മിത്രയ്ക്ക് പേടിയുണ്ടായിരുന്നു, ഒരു പക്ഷേങ്കില് അങ്കിള് സമ്മതിക്കില്ല, എക്സാം എഴുതുന്ന കാര്യം പറയാൻ പോലും പറ്റില്ല, പോലീസ് ആവണ്ടെന്ന് ബാലൻ കർശന നിലപാടെടുത്തിരിക്കുമല്ലേ. പക്ഷേങ്കിൽ ആരിനും അങ്ങനെ വിട്ടുകൊടുക്കാണ്ട് ഉദ്ദേശിച്ചില്ല. തല പോയാലും ശരി, മിത്രയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് ശ്രീദേവി വീട്ടിലേക്ക് വരുന്നത്. ശ്രീദേവി വന്നു കഴിഞ്ഞപ്പം കോമതി മീനാക്ഷിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ചെന്നു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസമല്ലേ ജോലി, എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കുക. മീനാക്ഷി പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. അല്ല ഫ്രണ്ട്സിനെ കിട്ടിയോ? ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആ അതെ, ശമ്പളം കിട്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം കേട്ടോ, IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അത് കേട്ടപ്പം ശ്രീദേവി മനസ്സിൽ കരുതി, എൻ്റെ ഭഗവാനെ, ചെലവ് ചെയ്യാൻ പോയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ 15,000 രൂപ എങ്ങോട്ടാ കിട്ടുന്നത്, ചെലവിന് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഒന്നുമില്ലാതെ വെറുതെ പാർക്കിലൊക്കെ പോയി കുത്തിയിരിക്കുന്നേക്കാളും ഭേദം അത്. ആ ഒരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, അല്ല ശ്രീദേവി ചേച്ചി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. ആദ്യ ദിവസം പോയപ്പോൾ തന്നെ ഭയങ്കര ഗെറ്റപ്പാണല്ലോ എന്ന് മിത്ര പറഞ്ഞു. എല്ലാവരും കൂടെ കൂടി അങ്ങനെ ശ്രീദേവിയെ കളിയാക്കുവാണ്. വൈകുന്നേരം ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ബാലന് ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട്, പുതിയ കമ്പനിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണ് പറയണം, കാരണം സ്കൂളിലാകുമ്പോൾ പിന്നെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ ശ്രീദേവി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ബാലച്ച, ഇന്റർവ്യൂ കഴിഞ്ഞു, എന്നാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ജോലിയിൽ പ്രവേശിച്ചു. ബാലൻ പറയാൻ, അല്ലെങ്കിലും ഞാൻ കണ്ടെത്തിയ മരുമകളല്ലേ, മോശമാൻ ഒരു വഴിയില്ല, എനിക്കറിയാം നീ മിടിക്കാന്ന ആള് എന്നൊക്കെ പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പുകഴ്ത്തുകയും ചെയ്തു എന്നെ ശ്രീദേവിയെ. ശ്രീദേവിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനസാക്ഷി കുത്തുണ്ടാവുന്നുണ്ട്. ദൈവമേ, താൻ ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞെന്ന് ബാലച്ചൻ അറിഞ്ഞാൽ പിന്നെ തന്നെ ഭൂമി ജീവനോടെ വെച്ചേക്കില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ ആനന്ദ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി നല്ല ഉറക്കുക. ആനന്ദ് വിളിച്ചേൽപ്പിച്ചു, അല്ല ജോലിക്ക് പോകണ്ടെന്നൊക്കെ ചോദിച്ച് വിളിച്ചെഴുന്നേൽപ്പിക്കുക. അപ്പോഴേക്കും ശ്രീദേവിക്കൊരു ഞെട്ടൽ. പോണോ ആനന്ദേട്ടാന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അങ്ങനെ റെഡിയാകുക. ആനന്ദ് പറഞ്ഞ്, ഞാൻ കൊണ്ടുവിടാം. ശ്രീദേവി പറഞ്ഞു, അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അതെന്ത് പറച്ചില്ല പറയണേ? ഞാനല്ല കൊണ്ടുവിടുന്നേ, ഞാൻ വൈകുന്നേരം കൊണ്ടുവരാനും വന്നോളാം. അത് വേണ്ട, ഞാൻ തിരികെ വന്നോളാം. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, ചിലപ്പോൾ നേരത്തെ വരാൻ പറ്റും. IT കമ്പനിയിലൊക്കെ അല്ലേ, ആനന്ദേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? പിന്നെ എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആനന്ദേട്ടൻ വീട്ടിലേക്ക് പോന്നാൽ മതി, ഞാൻ വന്നോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാവിലെ ശ്രീദേവി അതിന് മുന്നിൽ കൊണ്ടേ ഇറക്കി. ആനന്ദ് പോകുന്നോടം വരെ ശ്രീദേവി അവിടെ നിന്നു. അതിന് ശേഷമാണ് നേരെ കടയിലേക്ക് ചെല്ലുന്നത്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ പറഞ്ഞു, അതെ ഇത്ര ലേറ്റായിട്ട് വരാൻ പാടില്ല, കുറച്ചുകൂടെയൊക്കെ നേരത്തെ വരണമെന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അതകത്തേക്ക് എല്ലാം പറയണം. അപ്പോഴേക്കും തലേദിവസം കണ്ട ആ പുള്ളിക്കാരത്തി അങ്ങോട്ട് വന്നു. ശ്രീദേവി പറഞ്ഞു, ഞാനിവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാന്ന് പറയണം. അവരുടെ അന്താളിപ്പോടുകൂടി ശ്രീദേവിയെ നോക്കണം. ഓഹോ, അപ്പൊ ഇതായിരുന്നു ഇന്നലെ വന്ന് സാലറിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചേ. ശ്രീദേവിയുടെ ഈ ഡ്രസ്സിലൊന്നും അല്ല, സാരിയൊക്കെ ഉടുത്താണ്ടാ പോയത്. ഇവിടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ധരിച്ചു വേണം ഇവിടെ നിൽക്കാനെന്ന് പറയണം. അങ്ങനെ ശ്രീദേവിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് പോയിട്ട് ശ്രീദേവിക്ക് യൂണിഫോം ഒക്കെ എടുത്ത് കൊടുക്കണം. റെസ്റ്റോറൻ്റ് ആകുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വേണമല്ലോ. അങ്ങനെ ശ്രീദേവി യൂണിഫോം ഒക്കെ വെച്ച് അങ്ങോട്ട് ഇറങ്ങി. ശ്രീദേവിക്കാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ തോന്നി. കാരണം എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോയി ഇരിക്കേണ്ട സമയം കളയേണ്ട താനാണ്. തൽക്കാലത്തേക്ക് പിടിച്ചിരിക്കാനായിട്ടൊരു ജോലിയായി. പക്ഷെ എങ്ങാനും ആരെങ്കിലും വന്ന് കണ്ടാലോ, റെസ്റ്റോറൻറ്റിലേക്ക് ആരെങ്കിലും വന്നാൽ അതോടുകൂടി തൻ്റെ ഇടപാട് തീരും, താൻ പിടിക്കപ്പെടും. ആരുടെയും കണ്ണി പെടാതെ നോക്കണം. വെയിറ്ററായിട്ടാണ് ഇപ്പം ചെല്ലേണ്ടത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ പരിചയത്തിലുള്ള ആരെങ്കിലും വന്നാൽ തനിക്ക് ഓടാൻ പോലും പറ്റില്ല, അവരുടെ മുന്നിൽ പെട്ടുപോകും. അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ശ്രീദേവി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.